ആരോഗ്യവകുപ്പിലെ ചിലരുടെയൊക്കെ അനാസ്ഥകൾ കൊണ്ടും കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായി പല വിധത്തിലുള്ള വിഷയങ്ങൾ ആരോഗ്യരംഗത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ നമ്മുടെ ആരോഗ്യരംഗം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ കേരള സംസ്ഥാന രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. കേരളത്തിലെ നികുതിപ്പണത്തിൽ നിന്ന് നല്ല ഒരു ഭാഗം നമ്മുടെ അധികാരികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിനായി അവരുടെ ചികിത്സക്കായി ചിലവഴിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ഭരണകർത്താക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദിനേനെ വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലുള്ള അഭിപ്രായങ്ങൾ അവർ പറയുകയും ചെയ്യും. നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ നിന്ന് സാധാരണക്കാരന് കിട്ടേണ്ടതായ അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളായ ആളുകൾ വിദേശത്ത് ചികിത്സക്ക് പോകുമ്പോൾ സാധാരണക്കാരൻ അത് ചോദ്യം ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന ഡോക്ടർമാരായാലും ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരായാലും ആരോഗ്യ രംഗത്തുള്ള ഈ വീഴ്ചകളെ തുറന്നു പറയാൻ മുന്നോട്ട് വരാറില്ല. ആ അവസരത്തിലാണ് ഒരു ഡോക്ടർ അത് പരസ്യമായി പുറത്ത് പറയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. പലപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ പുറത്ത് പറഞ്ഞാൽ പിന്നീട് അവർക്കുണ്ടാകുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും അതിനെതിരെ ശക്തമായ നിലപാടുകളും നടപടികളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അത്തരത്തിൽ മുന്നോട്ട് പറയാൻ വന്നിട്ടുള്ള ആ ഡോക്ടർ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. അതോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ള സഹപ്രവർത്തകന്മാർക്കോ അദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള രോഗികൾക്കോ മറ്റോ ഒന്നും ഒരു എതിർ അഭിപ്രായം പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനായ എന്നാൽ പ്രഗത്ഭനും കഴിവും തെളിയിച്ച ഒരാൾ എന്നുള്ള നിലക്കും അദ്ദേഹത്തിനെതിരെ അത്തരം നടപടികളിലേക്ക് പോകാൻ നമ്മുടെ സർക്കാരിനും ഭരണകൂടത്തിനും പെട്ടെന്ന് സാധ്യമല്ലാത്തത് കൊണ്ട് ഒക്കെയാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തെ പോലെയുള്ള എല്ലാവർക്കും അതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. അപ്പോൾ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് വീണ്ടും ഒരാശുപത്രി ദുരന്തമുണ്ടായി. ആശുപത്രി ചികിത്സക്കെത്തിയ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ ദാരുണമായ മരണം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ മറ്റു പലയിടത്തുമുള്ള വീഴ്ചകളും പോരായ്മകളും അവിടെ രോഗികളും മറ്റുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമൊക്കെ തുടരെയായി വാർത്തകളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യരംഗത്തെ ഈ വിഷയങ്ങളെയൊക്കെ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും ചർച്ചകളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെതിരെ ഒരുമാതിരി പാടുപെട്ടുകൊണ്ടാണ് ന്യായീകരിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും പിടിച്ചു നിൽക്കാൻ പാർട്ടി നേതാക്കളും പ്രവർത്തകന്മാരും നോക്കുന്നത്. അതിനിടയിലാണിപ്പോൾ ജനങ്ങളുടെ സംശയങ്ങളും മാധ്യമങ്ങളുടെ ചോദ്യവും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുമൊക്കെ ശരിവെക്കുന്ന തരത്തിൽ നമ്മുടെ മന്ത്രിയായ സജി ചെറിയാൻ ഒരു വെടിപൊട്ടിച്ചത്. സത്യത്തിൽ അദ്ദേഹം സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രിയെയും സംവിധാനത്തെയും ഒക്കെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും പറഞ്ഞത് അബദ്ധത്തിലായിപ്പോയി എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ച് താൻ മരിക്കാറായി എന്നും പിന്നെ അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചതിന് ശേഷമാണ് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുമുള്ള വാദമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് പച്ചക്ക് പറഞ്ഞതാണ് എന്നൊക്കെ ഇപ്പോൾ ചില സഖാക്കൾ ചാനലിലൊക്കെ വന്ന് ന്യായീകരിക്കുന്നതൊക്കെ കണ്ടു. അദ്ദേഹം പച്ചക്ക് പറഞ്ഞതായാലും അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എത്രയോ രോഗികൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ച്
ഭേദമാവാതെ മറ്റ് പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നമ്മൾ വാർത്തകളിലൂടെയും മറ്റുമൊക്കെ അറിഞ്ഞവരാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കാര്യങ്ങളെ യാഥാർത്ഥ്യത്തോടു കൂടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക, അതല്ലാതെ വസ്തുതകൾക്കപ്പുറം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ഒക്കെ ഒന്നാം നമ്പറാണ് എന്നുള്ള ആ തള്ള് ആണ് ആകെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. എത്ര നമ്മൾ സൂക്ഷ്മതയോടെ കൂടി കൈകാര്യം ചെയ്തു പോന്നാലും ആരോഗ്യരംഗമാകുമ്പോൾ ചില പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അപ്പോൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മറിച്ച് ഒക്കെ ഒന്നാം നമ്പറാണ് എന്ന് തള്ളുകയും ഒന്നാം നമ്പറാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നവർ നാട്ടിലെ ഈ ഒന്നാം നമ്പർ ഉൾക്കൊള്ളാതെ അവർ സ്വകാര്യ ആശുപത്രികളിലേക്കും വിദേശത്തേക്കും ഒക്കെ പോകുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ ഭരിക്കുന്നവരോടായാലും ഭരിക്കുന്ന സർക്കാരിനെ പിന്തുണക്കുന്നവരോടായാലും പറയാനുള്ളത്, തള്ളുമ്പോൾ ഒക്കെ ഒന്ന് മയത്തിൽ തള്ളുക. മയത്തിൽ തള്ളാഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. എമ്മാതിരി തള്ളണത്. ഇപ്പോൾ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ ഒരു തള്ളൽ കേൾക്കാനിടയായി. അവർ പറയുകയാണ്, വിദേശത്ത് ഒരുപാട് ചികിത്സ ഒക്കെ നടത്തി അവിടെ നിന്നൊന്നും ഭേദമാകായിട്ട് അയാൾ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നതിന് ശേഷം ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ ഒരു പാരസെറ്റാമോൾ എഴുതി കൊടുത്തപ്പോൾ അയാളുടെ രോഗമൊക്കെ മാറി എന്ന തള്ളലൊക്കെ അത് ഒറ്റയടിക്ക് ജനങ്ങൾ വിശ്വസിക്കൂല. ഒരു പക്ഷേ അയാൾക്ക് മറ്റ് രോഗങ്ങളില്ലായിരിക്കും. അപ്പോൾ അയാൾക്കൊരു സാധാ പനിയായിരിക്കും ഉണ്ടായിരുന്നത്. അതിനൊരു പാരസെറ്റാമോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് മാറിക്കാണും. അപ്പോൾ പറയാനുള്ളത്, തള്ളുകളൊക്കെ ഒന്ന് മയത്തിൽ തള്ളുക. ഈ പെരുന്തള്ളൽ തള്ളുമ്പോഴാണ് ആകെ പ്രശ്നത്തിലേക്ക് പോകുന്നത്. എമ്മാതിരി തള്ളണത്. സമ്പന്നന്മാരായ ആളുകളൊക്കെ സർക്കാർ ആശുപത്രികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. വിദേശത്ത് നിന്ന് ആളുകൾ ചികിത്സ തേടി കേരളത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ പറയുന്നവരൊക്കെ സ്വകാര്യ ആശുപത്രികളിലും വിദേശത്തുമൊക്കെ പോയി ചികിത്സ തേടും ചെയ്യുക. എന്നിട്ട് മുഖ്യമന്ത്രി അടക്കം പറയാണ്, ഞാനൊക്കെ ഇവിടെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ ഇയാൾ എന്ത് പിഷ്കനാണ് എന്ന് കരുതൂലേ ജനങ്ങൾ. അത് കരുതണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വിദേശത്തേക്ക് ചികിത്സക്ക് പോകുന്നത് എന്നൊക്കെ പറയണത്. അത് സ്വന്തം പോക്കറ്റിലെ ചെലവിലല്ല പോകുന്നത് എന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഈ തള്ളുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഒന്നാം നമ്പറാണ് എന്നുള്ള ആ പ്രചാരണത്തിൻ്റെ മുനയൊടിക്കുന്നതായിപ്പോയി സജി ചെറിയാൻ എന്ന മന്ത്രിയുടെ ഈ പ്രസ്താവന എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്.